ശ്രീ ചന്ദ്രൻ, SIT അന്വേഷണം ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? താങ്കൾക്കറിയാലോ, താങ്കൾ ധർമ്മസ്ഥലയിലുള്ള ആളാണ്. ശ്രീ ചന്ദ്രൻ പറയൂ. നിങ്ങളുടെ ചോദ്യങ്ങൾ SIT അന്വേഷണമൊക്കെ നല്ല രീതിയിലുണ്ട്. പക്ഷെ ഈ കള്ളസൂത്രധാരികളായിരുന്ന ഈ മനാഫും പിന്നെ മനാഫിന്റെ ടീം, അതുപോലെ അവരെ കൂടെയുള്ള ഒരുപാട് ഷഡ്യന്ത്രം ചെയ്യുന്ന അങ്ങനത്തെ കൈവാടങ്ങൾ അവരൊക്കെ ചേർന്നിട്ട് ഒരു ചിന്നയ്യനെ സൃഷ്ടിച്ചു, ഒരു സുജാതനെ കൊണ്ടുവന്ന് നിർത്തിച്ചു. പക്ഷെ സുജാത ഭട്ടിനും ഈ ചിന്നയ്യനും ഇവര് കഥകൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് പറയേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ചിന്നയ്യനെ അത് ഒന്നും അറിയാതെ അവൻ എല്ലാറ്റും ഒത്തു. അതാണ് അവന്റെ ഇത്. അവനൊരു ശുചീകരണ തൊഴിലാളിയാണ്. ധർമ്മസ്ഥലത്ത് കുറച്ചു കാലം, ഒരു 10-12 കൊല്ലം പണിയെടുത്തവനാണ്. അവനാടെ മോഷണം ചെയ്തത് കൊണ്ടും ആടെ തെറ്റി അവന്റെ മുകളിൽ ദൂറുകളില്ലത് കൊണ്ട് അവൻ അവിടുന്ന് പണിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് അവൻ എവിടെയോ പോയി, അവന്റെ കുടുംബം കൊണ്ടുപോയി. പക്ഷെ അവനെയും പിന്നെ ഈ സുജാത ഭട്ട് എന്ന് പറയുന്നവർ ഈ ധർമ്മസ്ഥലത്ത് എന്തിനൊന്നും നമുക്കൊന്നും അറിയത്തില്ലാത്ത ഒരു സ്ത്രീനെ ഇവർ കൊണ്ടുവന്നു. അതും CBI സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടില്ല വാക്കുകൾ എടുത്തു. കാരണം CBI എന്തിനു പറഞ്ഞ ധർമ്മസ്ഥലം പോലത്തെ ഒരു നാട്ടിൽ ഒരു CBI ഓഫീസർ പണിയെടുത്ത് അങ്ങനത്തെവരെക്കും കൂടെ ന്യായമില്ല എന്നുള്ളത് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു ഷഡ്യന്ത്രം, ഒരു കള്ളത്തരമാണ്. എന്നിട്ട് സുജാത ഭട്ട് എന്ത് പറഞ്ഞു? അതേ സുജാത ഭട്ടിന് ഒരുപാട് നാട്യവും ഒരുപാട് നാടകം അറിയാം. ഇവരൊക്കെ പറയാം പാവമാണ്, അമ്മയാണ്, തായിയാണെന്നില്ല ഇപ്പൊ കാണിക്കുന്നത്. അതല്ല, ഇവര് പറഞ്ഞ രീതിക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് വേണ്ടുന്ന നാടകം ആ സ്ത്രീ അഭിനയിച്ചിരുന്നത്. കാരണം നടന്നുകൊണ്ട് പോകുമ്പോ ഏതെങ്കിലും ഒരു കച്ചേരി ഓഫീസിൽ കയറുമ്പോ ആ ഭൂമിനെ തൊട്ട് നമസ്കരിക്കുക, അതിന് ഭയങ്കര ബഹുമാനത്തോട് പോവുക, ഭയങ്കര സത്യസന്ധതയായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ളത് കാണികൾക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ആ സ്ത്രീ ചെയ്തുകൊണ്ടുണ്ടായത്. ഈ ലോകത്ത് ജനിക്കാത്ത ഒരു അനന്യ ഭട്ടിനെ അവർ സൃഷ്ടിച്ചു. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? ഈ മനാഫും ഇവരും ടീമും എല്ലാം കൂടിയിട്ട്, ഒരുപാട് ഷഡ്യന്ത്രവാസികളെല്ലാം കൂടിയിട്ട് ചെയ്തതാണത്. എന്തിനു വേണ്ടി സൃഷ്ടിച്ചു? അനന്യ ഭട്ട് എന്നുള്ള ഒരു കുട്ടി, ജനിക്കാത്ത ഒരു കുട്ടീനെ ഉണ്ടാക്കിയിട്ട് ഇവരതിന് ഒരുപാട് കഥകൾ ഉണ്ടാക്കി. എന്നിട്ട് ഈ തലയോട്ടിയിൽ ഒരു കഥ സൃഷ്ടിച്ചു. എന്നിട്ട് ഈ ധർമ്മസ്ഥലത്തിൽ ലക്ഷക്കണക്കിൽ വരുന്ന യാത്രാ സ്ഥലത്ത് എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാവും അങ്ങനെയല്ല, അവർ ഊഹാപോഹമാണ് അവരതും. എന്നിട്ട് ഇവരെല്ലാ ദിക്കിലും ആ നമ്പർ ഈ ചിന്നയനെ പിടിച്ചിട്ട് ഇന്ന നമ്പർ പ്രകാരം അവനെ കുഴിച്ചു നോക്കി. എന്തിനു വേണ്ടി നോക്കി? അപ്പോ ഈ അനന്യ ഭട്ട് എന്നുള്ളത് ഒരു ദൂർ ഇവരെടുത്തുണ്ട്. എവിടെയെങ്കിലും ഒരു സ്ത്രീ ഒരു എല്ലും കൊട്ട് കിട്ടിയാലും മതിയായിരുന്നു ഇവർക്ക്. എന്നിട്ട് ഇവരത് അനന്യ, ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന് എങ്ങനെ പറയുന്നുണ്ടോ അതുപോലെ ജസ്റ്റിസ് ഫോർ അനന്യ എന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഒരു വലിയൊരു ഗൂഢാലോചനയിൽ ഉളപ്പെട്ട ഒരു കഥയാണ് ഇത്. എല്ലാം കഥയാണ് ഇത്. ഒരു സത്യസന്ധമായ ഒരു ധർമ്മസ്ഥലം എന്ന് പറയുന്ന ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ പവിത്രമായ ഒരു നല്ല ക്ഷേത്രത്തിന് ഒരു പൊട്ടു പേര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത വലിയ ഷഡ്യന്ത്രമാണ്. അതുമല്ലാതെ ധർമ്മസ്ഥലത്തെ ക്ഷേത്രാധീശനായിരിക്കുന്നത് ദൈവതുല്യമായ ആ പരമപൂജ്യനായ വീരേന്ദ്ര ഹെഗഡേർക്ക് എന്തെങ്കിലും കെട്ട പേര് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവരെ ഒരു ഉദ്ദേശമാണിത്. പക്ഷെ അയാൾ ഒരുപാട് നന്ദിയും ധർമ്മവും ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുന്നുണ്ടല്ലോ, ധർമ്മം തലയിൽ കാക്കുമെന്ന്. അതുപോലെ ആ ധർമ്മം തലയിൽ കാക്കും, അദ്ദേഹത്തിനെ രക്ഷിക്കുകയാണ്. ഇവർ ഏത് കഥകൾ സൃഷ്ടിച്ചാലും, ഏത് തെറ്റ് കണ്ടുപിടിച്ചാലും, എന്തൊക്കെ ചെയ്തു നോക്കി, എത്ര കുഴിയെടുത്തു, 32 ആഴം 22 അകലം എടുത്താലും ഒരു തവളക്കുഞ്ഞി പോലും കിട്ടാത്ത ഇതില് ഇവര് വെറുതെ സൃഷ്ടിച്ചു. എന്നിട്ട് എവിടുന്ന് ഒരു തലയോട്ടി കൊണ്ടുവന്നു, ഒരു തലയോട്ടിയുടെ കഥ പറയുന്നത്. എന്ത് തലയോട്ടിതായി ഇവരെന്താക്കിന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകള് ഈ സുജാത ഭട്ടിന്റെ തലയോട്ടിൽ കയറ്റി, പിന്നെ കുറെ കഥകൾ മറ്റേ ചിന്നയന്റെ തലയിൽ കയറ്റി അവൻ അനാമിക ഭീമാന്നാക്കി, സുജാത ഭട്ടിന് അനന്യ എന്നുള്ള ഒരു ഭട്ട് ഒരു മകളുണ്ട് എന്നാക്കി. പക്ഷെ ഈ ലോകത്ത് ജനിക്കാത്ത, ഇവൾക്ക് കല്യാണി ആയിട്ടില്ല, കല്യാണം കഴിയാത്ത ഒരു സുജാത ഭട്ടിന് കുട്ടികളാകാമായിരിക്കും, പക്ഷെ ഇവൾക്ക് അതും ആയിട്ടില്ലല്ലോ. ഇവള് തന്നെ അവസാനം തന്നെ പറഞ്ഞു നോക്കുക. സുജാത ഭട്ട് എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞു, അവസാനം പറയാണ്, എനിക്ക് അങ്ങനത്തെ കുട്ടി ജനിച്ചിട്ടേ ഇല്ല, എനിക്ക് ഇതുപോലെ ഇങ്ങനെ ഒരാൾ വേറെ ആൾക്കാർ ഈ രീതി എനിക്ക് പറയണമെന്നില്ല, ഇത് ഒത്തടമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് സുജാത ഭട്ട് പറയുകയായിരുന്നു അവസാന ഘട്ടത്തിൽ. പക്ഷെ നമ്മൾ മാധ്യമത്തിൽ കേട്ടത്, പക്ഷെ SIT ഓഫീസർ മുമ്പിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? SIT ഏത് രീതിയിലാണ് അതിനെ എൻക്വയറി ചെയ്യുന്നില്ലത്, അത് ശരിയായ രീതിയിൽ SIT പോകുന്നുണ്ട്, അത് ശരിക്കും ഇതാകുന്നുണ്ട്. പക്ഷെ ധർമ്മസ്ഥലത്തേക്ക് ചെയ്യാൻ നോക്കി അങ്ങനത്തെ ഈ ഷഡ്യന്ത്രം ഇവർ ചെയ്ത് വലിയ ദ്രോഹമാണ്. ഇതേ മനാഫയുടെ ടീമും ധർമ്മസ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു നാടുണ്ട്, അടുത്തേക്ക് പറയാ ബൊളിയാർ. ആ ബൊളിയാർ എന്ന് പറയുന്ന നാട്ടിൽ പോയിട്ട് അവിടെ റബ്ബറും തോട്ടത്തിൽ വേറെ കാട്ടിൽ ഇരുന്നിട്ട് ഇവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. ഇവനും മനാഫയുടെ ടീമും ഉണ്ടായിരുന്നു. അന്നേരം മനാഫന്റെ ഒക്കെ 3-4 ആൾ വരും ഉണ്ടായിരുന്നു. അവരൊക്കെ ചെയ്തിട്ട് എന്നൊക്കെ കഥകൾ സൃഷ്ടി TV കാണിച്ചു. അതല്ലാതെ ഇവര് തന്നെ സൃഷ്ടിയാക്കിയതാണ്. ഇവരെല്ലാം കൂടിയിട്ട് സൃഷ്ടിച്ചതാണ് സുജാത ഭട്ടിനെയും
ഈ ഇവിടുന്ന് പണി ഒഴിവായിട്ട് ഇവിടെ കള്ളത്തരത്തിൽ കഴിഞ്ഞു വീണിന് പയ്യനെ ഒഴിച്ചു വിട്ടങ്ങനത്തെ ചിന്നയനെ കൊണ്ടുവന്ന് അവന് 1 കൊല്ലം പോലെ ട്രെയിനിങ് കൊടുത്ത് അവന് കുറച്ച് കാശിന്റെ ആവശ്യവും കൊടുത്ത് നല്ല ഭക്ഷണങ്ങളും കൊടുത്ത് അവനോട് പറയിപ്പിച്ചു. പക്ഷെ അവൻ ആരോടാ പറഞ്ഞത്? നല്ല സത്യസന്ധമായ ചാനലിനോട് പറഞ്ഞിട്ടില്ല. ചില കള് തന്നെ പറയുന്നത്, അസത്യം തന്നെ സൃഷ്ടിക്കുന്ന അങ്ങനത്തെ യൂട്യൂബേഴ്സിനോട് മാത്രമാണ് ആ ചിന്നയ്യനും ഈ സുജാത ഭട്ടും പറഞ്ഞിട്ടിരിക്കുന്നത്. അത് ഇപ്പോഴാണ് വെളിപ്പെടുമ്പോ, പക്ഷെ ഇവരെന്നെ സൃഷ്ടിച്ചതാണ് ഈ SIT-നെയും, ഇവരെന്നെ വിളിച്ചതാണ് മറ്റേ പ്രണവ് മോഹന്തിനെയും, ഇവര് തന്നെ തോണ്ടിയതാണ് ഈ കുഴികളും. ഈ കുഴികളിൽ ഇവര് തന്നെ വീഴുകയാണ്, വീണേ പറ്റും. കാരണം ധർമ്മസ്ഥലം ഒരു സത്യസ്ഥലമാണ്. മഞ്ജുനാഥസ്വാമി എന്ന് പറഞ്ഞ വിശ്വാസം ഈ ലോകത്തിലെ എല്ലാ വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് ഏത് കാലത്തും ധർമ്മം തലയിൽ കാക്കും. ഇത് സത്യമാണ്.